ഹായ് ഹലോ, എൻ്റെ പേര് ക്രിസ്റ്റി മേരി ജോസഫ്. മെയ് 15-നാണ് ഞാൻ എക്സാം എഴുതിയത്, ഈ മാസം തന്നെ. എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പഠിച്ചത് ഞാൻ ആദ്യം പറയാം. ഞാൻ നോട്ട്സ് നല്ലപോലെ കവർ ചെയ്തിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നെ ഇഷ്ടംപോലെ ഫയൽസും കാര്യങ്ങളും ഉണ്ട്. ഞാനതും ഫുള്ള് കവർ ചെയ്തു. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നോക്കിയിട്ടായിരുന്നു പോയത്. ഒരു 3 months നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ഇതിന് പുറകെ തന്നെ ആയിരുന്നു. എന്തായാലും പാസ്സാവാൻ പറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ അഡ്വഞ്ചർ അക്കാഡമിക്ക് തന്നെ വലിയൊരു താങ്ക്സ്. എക്സാം എഴുതി കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യമായിരുന്നു. കാരണം ഈ കോച്ചിങ് ഇല്ലാതെ പോയിരുന്നെങ്കിൽ പാസ്സാവാൻ ബുദ്ധിമുട്ട് നല്ല രീതിയിലായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. അത്ര ഈസി ഒന്നും അല്ലായിരുന്നു. പക്ഷേ നമ്മൾക്ക് അതിനനുസരിച്ച് കോച്ചിങ് ഒക്കെ കിട്ടിയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ തിയറീസും ക്വസ്റ്റ്യൻസും എല്ലാം നോക്കിയിട്ടായിരുന്നു പോയത്. പിന്നെ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എൻ്റെ ഒരു 75% ക്വസ്റ്റ്യൻസ് ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് ലാബ് വാല്യൂസും അതും എല്ലാം തന്നിട്ട് നമ്മളത് അനലൈസ് ചെയ്ത് ആൻസർ ചെയ്യണം. ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ അത്യാവശ്യം നല്ല സമയമെടുക്കും. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് സെയിം വന്നിട്ടുണ്ടായിരുന്നു ഫയലിലുള്ളത്. പിന്നെ കാൽക്കുലേഷൻസ് ആണെങ്കിൽ ഒരു 10 ബിലോ, കറക്റ്റ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, എന്നാലും ഒരു 9-10 കാൽക്കുലേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അതും ഒരു 2-3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഈസി. ബാക്കിയെല്ലാം ഭയങ്കര ലെങ്തിയും ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ്, പിന്നെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, എന്നോട് ഓൾറെഡി എഴുതിയ ആൾക്കാരും പറഞ്ഞായിരുന്നു ഇത്. കാരണം കാരണം നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എല്ലാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. സോ ഫസ്റ്റ് ഞാൻ ഒന്നും വായിച്ചു വിടാതെ പോയില്ല. പക്ഷെ നമുക്ക് ഫ്ലാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. സോ ഈ അറിയാത്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ കാൽക്കുലേഷൻസ് പാർട്ട് എല്ലാം ഒരു പ്രാവശ്യം വായിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് ചെയ്തിട്ട് ഞാൻ അടുത്തതിലേക്ക് പോയി. കാരണം അതിൽ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. സോ അറിയാവുന്ന ഫസ്റ്റ് എഴുതി, അല്ലാത്തത് ഫ്ലാഗ് ചെയ്ത് പോയി. പിന്നെ എനിക്ക് എൻ്റെ എക്സാമിൽ എനിക്കൊരു 45 minutes മുന്നേ എനിക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റി. കാരണം അറിയാവുന്നതൊക്കെ എഴുതി കഴിഞ്ഞിട്ട്. പിന്നെ ബാക്കിയുള്ളൊരു 45 minutes എടുത്തിട്ട് ഞാൻ ബാക്കിയെല്ലാം ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ച് സമാധാനത്തിൽ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് ടൈം ഇഷ്യൂ ഉണ്ടായിരുന്നില്ല എക്സാമിൻ്റെ കാര്യത്തിൽ. പക്ഷെ എനിക്ക് അപ്പം തോന്നി അതൊരു യൂസ്ഫുൾ ടെക്നിക്കായിരുന്നു. കാരണം ആദ്യമേ ഞാൻ അറിയാത്തതിൽ ഒത്തിരി ടൈം എടുത്ത് വായിച്ച് ഇരുന്നായിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് അറിയുന്നത് പോലും അറ്റൻഡ് പറ്റാതെ വരുമായിരുന്നു. സോ അത് എനിക്കൊരു ഭയങ്കര ഒരു യൂസ്ഫുൾ ടിപ്പായിരുന്നു എഴുതിയ ആൾക്കാരെന്ന് കിട്ടിയെന്ന്. സോ അത് തന്നെ എനിക്കത് യൂസ്ഫുൾ ആയിരുന്നു അപ്ലൈ ചെയ്തപ്പം. അതുകൊണ്ട് ടൈം അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു വായിച്ച് മനസ്സിലാക്കാനുള്ള. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മുടെ അക്കാഡമിക് ക്ലാസ്സസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഒന്നും പറയാനില്ല. എസ്പെഷ്യലി ആൻഡോ സാറിൻ്റെ ക്ലാസ്സസ്, തിയറീസൊക്കെ അത്ര ബേസിക് ആയിട്ട് നല്ല രീതിയിൽ, അതുപോലെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം, അത് ക്ലാരിഫൈ ചെയ്ത് തരും. ഉറപ്പായിട്ടും അത് ക്ലാരിഫൈ ചെയ്യും. അങ്ങനെ ഞാൻ ഫസ്റ്റ് 3 months നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ഫസ്റ്റ് 1 month ഞാൻ എങ്ങനെ പഠിച്ചെന്നുള്ളത് പറയാം. ഫസ്റ്റ് 1 month തിയറീസ് ക്ലാസ്സസ്, എനിക്ക് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം കൂടുതലും റെക്കോർഡഡ് ക്ലാസ്സസാണ് കേട്ടത്. അപ്പം അത് അറ്റൻഡ് ചെയ്ത് എൻ്റെതായ രീതിയിൽ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് ഞാൻ വെച്ചു. പിന്നെ അടുത്ത മാസം 2 മാസമായിട്ട് പിന്നെ ഞാൻ ക്വസ്റ്റ്യൻസിലേക്കായി ഫോക്കസ് ചെയ്തു. മാക്സിമം കിട്ടാവുന്ന നമ്മുടെ ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ചെയ്തു. പിന്നെ എക്സാമിനെ അടുപ്പിച്ച് അതൊരു 10 days 15 days ഞാൻ തിയറീസ് ഒന്നും കൂടെ റിവൈസ് ചെയ്തു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് തിയറി നല്ലപോലെ അതിൽ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്ലാസ്സസും അഡ്വഞ്ചർ ക്ലാസ്സസ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അത് സത്യം പറഞ്ഞാൽ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഈ ഒരു കോച്ചിങ് ഇല്ലാതെ പോയിരുന്നെങ്കിൽ എന്തായാലും പാസ്സാവും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഒട്ടുമില്ല. സോ അതിന് വലിയ താങ്ക്സ് ഉണ്ട്. പിന്നെ അതേപോലെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ഡൗട്ട്സ് എപ്പോൾ വേണമെങ്കിലും ഇടാം.
സോ ആ ഒരു ദിവസം ഡേ ടൈമിൽ തന്നെ നമുക്ക് ആൻസേഴ്സ് കിട്ടുമായിരുന്നു, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാമായിരുന്നു. ഒരു 3 മാസം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എക്സാം പാസ്സാകാൻ പറ്റും എല്ലാവർക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ മെഡ്വെഞ്ചർ ചൂസ് ചെയ്തത് എൻ്റെ ലൈഫിൽ വലിയൊരു എന്താ പറയുക, ഇങ്ങനൊരു ഇത് അച്ചീവ് ചെയ്യാൻ എനിക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരുന്നു, അത് 100% ഷുവറായിട്ടും. അപ്പം എല്ലാം അവരുടെ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾ നല്ലപോലെ യൂസ് ചെയ്യുക, നല്ലപോലെ എക്സാം എഴുതുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.